സർവീസ് സെൻ്ററിൽ 2.5 ലക്ഷം രൂപ പറഞ്ഞ ഒരു വർക്ക് തൊട്ട് താഴെ വരുന്ന ഒരു സെഗ്മെൻ്റ് മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പിൽ അവർ 1.25 ലക്ഷം രൂപ പറഞ്ഞു. ഇതേ കസ്റ്റമർ മൂന്നാമതൊരു ഗറാഷിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ, ഒറ്റയ്ക്ക് പണിയുന്ന ഒരു ഗറാഷിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് 75,000 രൂപയ്ക്ക് ആ പണി പൂർത്തിയാക്കി കൊടുത്തു. അപ്പോൾ കസ്റ്റമർക്ക് ഓൾറെഡി നല്ലൊരു കൺഫ്യൂഷൻ ആയല്ലോ. സർവീസ് സെൻ്റർ കത്തിയാണ്, തൊട്ട് താഴെയുള്ള മൾട്ടി ബ്രാൻഡും അതും കത്തിയാണ്, ഈ ആളാണ് നല്ലത് എന്നുള്ളത് പറയും. അപ്പോൾ കസ്റ്റമർക്ക് ഒരു ടെൻഡൻസിയും കൂടി ഉണ്ട്. ഇനി അത് വേറൊരു ഗറാഷിനോട് പുള്ളി അന്വേഷിക്കും, അവരത് 55,000 രൂപയ്ക്ക് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മൂന്നാമത്തെ ആളും കത്തിയാവും. ഈ കസ്റ്റമർ ഒരു പിച്ച കസ്റ്റമർ ആണെങ്കിൽ അതിൽ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് 25,000 എത്തും. ക്വാളിറ്റി എന്തെന്നൊന്നും അന്നേരം കസ്റ്റമർ നോക്കൂല. പണിത് കഴിഞ്ഞിട്ട് അത് കുളമാകുമ്പോൾ അയാൾ തിരിച്ചു പറയായിരിക്കും. എങ്കിലും ഇയാളിൽ ഉണ്ടായിരിക്കുന്ന ഈ സൈക്കോളജി ഭീകരമാണ്. ഇയാളുടെ കൂട്ടുകാരോടും എല്ലാവരോടും പറയും, അങ്ങനെ നാടാകെ പാടി നടക്കും. അങ്ങനെ സർവീസ് സെൻ്റർ കത്തിയാണെന്ന് ഒരാൾ പറഞ്ഞ സർവീസ് സെൻ്റർക്കാർ പുല്ലാണ്, അവർ ശ്രദ്ധിക്കില്ല. മൾട്ടി ബ്രാൻഡ് ഗറാഷുകളും അവർക്ക് ഇഷ്ടംപോലെ വർക്ക് ഉള്ളത് കൊണ്ട് നല്ല വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ മൂന്നാമത് ഈ കുറച്ച് കൊടുത്ത ആൾക്കും അതിൻ്റെ താഴെയുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പാര വരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വില? ചില ഒരു 10% പേരൊക്കെ അമിതമായ കൂലി വാങ്ങിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എപ്പോഴും വലിയ സ്ഥാപനങ്ങൾക്ക് വലിയ ചിലവുണ്ടാക്കും. ഈ പറഞ്ഞ മൂന്നാമത്തെ ഗറാഷിൽ ഒരാളോ രണ്ടാളോ വർക്ക് ചെയ്യുന്നുള്ളൂ. അവർക്ക് അവരുടെ ഓവർ ഹെഡ്സ് കുറവാണ്, അവരുടെ ഫെസിലിറ്റീസ് കുറവാണ്. ഒരു ചെറിയ 4 തൂണിൻ്റെ മുകളിൽ നിർത്തുന്ന ഒരു നിസാര സ്ക്വയർ ഫീറ്റുള്ള ഗറാഷുകളായിരിക്കും അവർ സ്വന്തം തന്നെയായിരിക്കും പണിയുന്നത്. അറിവും എക്യുപ്മെൻസും അറിവും പരിചയമൊക്കെ അവർ കൂടുതലായിരിക്കും. അതിൻ്റെ മുകളിലാണ് അവർ അത്തരം ഒരു ഇത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു 100 പേരോളം വർക്ക് ചെയ്യുന്ന സർവീസ് സെൻ്ററിനോ അല്ലെങ്കിൽ 40-50 പേര് വർക്ക് ചെയ്യുന്ന ഒരു മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പിനൊന്നും അങ്ങനെ വില താത്തി കൊടുക്കാൻ പറ്റില്ല. അവർ ചെയ്യുന്ന സൗകര്യങ്ങൾക്കും അവർ ചെയ്യുന്ന എക്യുപ്മെൻസിനും ഒക്കെയാണ് അവർ നിങ്ങളടുത്ത് കൂടുതൽ കാശ് മേടിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിനെ പേശാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സംസാരം പൊതുവെ രാഷ്ട്രീയ മേഖല ഉണ്ടല്ലോ, നമ്മൾ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വില കുറച്ച് കൊടുത്ത് നിങ്ങൾ കസ്റ്റമറെ പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയും ഈ മേഖലയിൽ നല്ല ഗുണമില്ല, ഈ മേഖലയിലേക്ക് ആരും വരരുത് നിങ്ങൾ തന്നെ ആൾക്കാരെ പറഞ്ഞ് പിടിപ്പിച്ച് അവസാനം നിങ്ങൾ തന്നെ ഇരുന്ന് പറയും, അയ്യോ ഈ മേഖലയിലേക്ക് ആരും വരാത്തതുകൊണ്ട് നമുക്ക് നിലനിൽക്കുന്നില്ല, ഹിന്ദിക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാരാണ് നിങ്ങളുടെ ശവക്കുഴി തോണ്ട്? നിങ്ങൾ തന്നെ.